ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുന്നതൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു മോർണിംഗ്. ഇങ്ങനെ രാവിലെ നേരത്തൊക്കെ എണീച്ച് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരോർക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴത്തേനും ഞാൻ എന്തായാലും എണിച്ചിട്ടുണ്ടാവും. എനിക്കങ്ങനെ കുറേ നേരം കൊണ്ട് കിടന്നുറങ്ങാം, എന്താവും എന്നെ കൊണ്ടത് പറ്റില്ല. അങ്ങനെ നമ്മൾ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. ഫസ്റ്റ് അതിനെക്കാട്ടി മുന്നേ ഇപ്പോൾ വെള്ളമാണ് കുടിക്കണത്. ഇപ്പോഴെപ്പോഴും ഞാൻ വെള്ളം കുടിക്കാൻ മറക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു കുപ്പി കഴിഞ്ഞ വരെ രാവിലെ ബൂസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ രാവിലെ എപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കാൻ നോക്കല്. പൊതുവേ കട്ടൻ ചായനോടാണ് താല്പര്യം. പക്ഷെ ചായ ഇങ്ങനെ കുടിക്കരുത് പറയും. പക്ഷേ ആ ചായ കുടിച്ചാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ ഇന്നും പുതിയ എന്തോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇന്ന് എണീറ്റിച്ചത്. അപ്പം എന്തായാലും റെസിപ്പി ആവണ വരെ നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ജസ്റ്റ് കേക്കും ബൂസ്റ്റൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിയത് ചിക്കൻ പർദീസയാണ്. അപ്പോൾ അതിക്കുമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യം ഫുഡൊക്കെ കഴിച്ച് സെറ്റായാലല്ലേ നമുക്ക് ഇനി അടുത്ത പണികളൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ക്ലീനിങ് പരിപാടി ഉണ്ട്. അപ്പോൾ കസാലൊക്കെ എടുത്തിട്ട് അടിച്ചു വരിയിട്ടുണ്ട് ഉമ്മ. അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ നല്ലൊരു മഴ പെയ്തു. ഈ ഒരു വെതർ അടിപൊളിയാണ്, നല്ല മൂടി പൊതിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സാധനം അങ്ങോട്ട് വരലില്ല. മഴ ആസ്വദിച്ച് നിൽക്കണം, അവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അങ്ങനെ തലേന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവൾ വരാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ജസ്റ്റ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ബനോഫി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. സോ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറുപഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ബെറ്റർ കേട്ടോ. ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് അത് ജസ്റ്റ് വാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു പഴമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതാവുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാരമലൈസ് ചെയ്തിട്ട് ആ പഴം അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു കുത്തണ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കാരമലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എവിടേക്കും പോകാണ്ടിരിക്കുക, കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്കിത് ബ്രെഡിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡും കോഫി മിക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് കോഫി അങ്ങനെ ലെയർ ആക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഓളെ വിളിക്കാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓളെ വിളിക്കാൻ പോകാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഓളിന്ന് വന്നിട്ടില്ല. അതിനൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇക്കാകയും താത്തൊക്കെ പുറത്ത് പോയിക്കാണ്. അപ്പോൾ അവർക്കൊക്കെ കല്യാണമുണ്ട്. സോ ഞാനും ഉമ്മയും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി ചെയ്തെക്കാനുണ്ട്. ഇന്നും നമുക്ക് സ്ട്രൈക്ക് ആയതുകൊണ്ട് സ്കൂളൊക്കെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ വിട്ടിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല, അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസമായി സ്കൂളിൽ പോകാതിരിക്കണം. അപ്പം നമുക്ക് ഏതായാലും വർക്ക് കംപ്ലീറ്റ് ആക്കാം. സോ ഈ ഒരു ട്രോളിയാണ് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ റെഡ് ആയിരുന്നു തീം. പിന്നെ ഗ്ലൂ ഗണ്ണോട് ഒട്ടിച്ച് തീർക്കുന്ന ടൈമിലുണ്ട് കറണ്ട് പോയി. പിന്നെ പെട്ടെന്ന് വരും ചെയ്ത് അങ്ങനെ ആ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ കറണ്ട് കൊണ്ട് പോയൊക്കെ പടം കാണായിരുന്നു. ഈ പടം ഞാൻ കണ്ടതാണ്, പക്ഷേ എന്താണാവോ ചില പടമൊക്കെ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് പടമൊക്കെ കണ്ടു. എന്തായാലും ഞാൻ മാത്രം ആവില്ലല്ലോ ഇങ്ങനെ. അങ്ങനെ ആ പടമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോണ് റെസ്റ്റ് കൊടുത്ത് നമ്മൾ കുറച്ച് നേരം കിടന്നുകൊണ്ട് ഉറങ്ങി. അങ്ങനെ എണീച്ചപ്പോൾ ഒരു വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ പുഡിങ് എന്ന ഭാഗ്യം ബൾക്കായി. അല്ലെങ്കിലും തീറ്റ ഭാഗ്യം പറയുമ്പോൾ അത് ബൾക്കാണ് എപ്പോഴും കിട്ടല്. പിന്നെ ഈ ക്രേവിങ്സ് നമ്മളങ്ങോട്ട് വിട്ടു പോകാത്തതുകൊണ്ട് നമ്മൾ സ്റ്റോർ റൂമിലൊക്കെ പോയി തപ്പി നോക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. അപ്പം അങ്ങനെ സ്റ്റോർ റൂമിൽ പോയി തപ്പിയപ്പോഴാണ് എനിക്ക് ഞാൻ മേടിച്ച ഒരു സാധനം ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കാൻ മേടിച്ച് പറഞ്ഞില്ലേ, അത് കിട്ടിയപ്പോൾ അത് എടുത്ത് കഴിച്ചു. അങ്ങനെ ഇതൊക്കെ ഒരു സമയത്താണ് നടക്കുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ഞങ്ങൾ ക്രേവിങ്സ് അങ്ങോട്ട് അടങ്ങണില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് ബ്രൗണി ഇരിക്കണേനല്ലോ ഫ്രിഡ്ജിൽ, അപ്പോൾ ഐസ്ക്രീം വെച്ച് തിന്നാലോ വിചാരിച്ചിട്ട് അതെടുത്ത് ഐസ്ക്രീമൊക്കെ വെച്ച് പിന്നെ ഡേറ്റ് സിറപ്പ് ഒഴിച്ചതാണ് പണി കിട്ടിയത്. അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് തിന്നാൽ പോരെ. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ മൊത്തമായി, ഫുൾ മധുരം കഴിച്ചല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ കലാപരിപാടികൾ മൊത്തം നടക്കുന്നത് കിച്ചണിലായതുകൊണ്ട് കിച്ചൺ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ കിച്ചൻ്റെ ഉടമസ്ഥ വന്നിട്ട് നമ്മളെ അടിക്കും. ഉമ്മ കിച്ചൺ അങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അതേപോലെ ഉണ്ട് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കാട്ടിയും ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പറ്റുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സ്കൂളിൽ പോകണ എന്തെങ്കിലുമൊക്കെ ആവണം, സ്കൂളിൽ പോയാൽ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.